തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനം പിടിക്കാൻ സിപിഎമ്മിൽ പടയൊരുക്കം. വി ജോയി, വി ശിവൻകുട്ടി, കെ സുനിൽകുമാർ എന്നിവരാണ് ജില്ലാ സെക്രട്ടറിയാകാൻ ശ്രമിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യത്തിൽ പോരടിച്ചു നിന്ന കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. വി ജോയിയെ സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരാനാണ് മറുവിഭാഗത്തിന്റെ നീക്കം. ആനാവൂർ നാഗപ്പനൊപ്പം നിൽക്കുന്നവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സുനിൽകുമാറിനെ സെക്രട്ടറിയാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള എ റഹീം സ്ഥാനമൊഴിയുമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് നീക്കം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടമൊക്കെ സിപിഎമ്മിൽ വിലപ്പോകുമോ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക്? മധു, തിരുവനന്തപുരത്ത് ആ തരത്തിലുള്ള ഒരു പോരാട്ടം കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടി 3 നേതാക്കളുടെ ശ്രമം നടക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ജില്ലക്കകത്ത് പോരടിച്ചു നിന്നവരാണ് കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും. അവർ ഒന്നായി നിന്ന് വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. മറ്റൊന്ന് മുൻ ജില്ലാ സെക്രട്ടറിയായ വി ജോയി ആണ്. വി ജോയി വർക്കലയിൽ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി താൽക്കാലിക ചുമതല എ റഹീമിന് കൊടുത്തതാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ തിരിച്ചാ സ്ഥാനം വി ജോയിക്ക് തന്നെ വേണം. കാരണം സമ്മേളനം തിരഞ്ഞെടുത്ത ജില്ലാ സെക്രട്ടറിയാണ് വി ജോയി എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. പിണറായി വിജയന്റെ പിന്തുണ ഉണ്ട് എന്നതാണ് അവരുടെ അവകാശവാദം. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ ആനാവൂർ നാഗപ്പൻ ശക്തനായ നേതാവാണ്. പ്രായപരിധിയിൽ ഇപ്പോൾ ഒഴിഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് നിരവധി അനുയായികളുണ്ട്. CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ സുനിൽകുമാറിന്റെ പേരാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. 3 ക്യാമ്പുകളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അവർക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 10, 11 തീയതികളിൽ ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് റിവ്യൂ ആണ് ചർച്ചയാകുന്നത് എങ്കിൽ പോലും ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറി അവിടെ തീരുമാനിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആരാകുമെന്ന ചോദ്യത്തിന് നിരവധി അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്.